ഗായ്സ് ഇന്ന് ഞാനും ശ്രുതി ലക്ഷ്മിയും രമേശയൊക്കെ കൂടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. റോഷിനി ചേച്ചി അവിടെ നിന്ന് മന്ദം മന്ദം ഓടി വരുന്നുണ്ട് കേട്ടോ. മേമ പിന്നെ പാപ്പൻ്റെ കൂടെ കേട്ടോ വന്നത്. ബസ്സിന് വരാൻ പറ്റാത്ത കാരണം ഞങ്ങൾ കാലടിയിലുള്ള മഹാശിവക്ഷേത്രത്തിലേക്ക് കേട്ടോ പോയത്. അവിടെ സപ്താഹം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് 3-ാം ദിവസമാണ് കേട്ടോ. കുറേ 7 ദിവസത്തെ പരിപാടിയാണ്. രാത്രിയും ഉച്ചയ്ക്കും രാവിലെ അങ്ങനെ 3 നേരവും പരിപാടിയാണ് കേട്ടോ. അന്നദാനം ഉണ്ടായിരിക്കും ആ സമയത്തൊക്കെ. അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി. അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അവിടെ പാരായണം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല തിരക്കുണ്ട്. ആൾക്കാർ പാരായണം കേട്ടു അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഒരു നെയ്വിളക്ക് കത്തിച്ചു കേട്ടോ. പിന്നെ നെയ്വിളക്ക് അവിടെ അമ്പലത്തിൽ പ്രാധാന്യം കേട്ടോ. തന്നെ നെയ്വിളക്ക് അവിടെ കത്തിക്കുന്നുണ്ട് കേട്ടോ. വലിയ വിളക്കിൽ വെച്ചിട്ടാട്ടോ കത്തിക്കുന്നത്. കുഞ്ഞി വിളക്കിൽ നെയ്യ് ഒഴിച്ചിട്ട് അങ്ങനെ നല്ല മനോഹരമായിട്ടാട്ടോ അവിടെ സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്തുള്ള അവിടെ വെച്ചിട്ടാട്ടോ പാരായണം നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം പാരായണമൊക്കെ കേട്ടിരുന്നു. കുറച്ച് ഫോട്ടോസും സെൽഫിയൊക്കെ എടുത്തു. എന്നിട്ട് എല്ലാവരും എണീറ്റ് പോകുന്നുണ്ട്. അപ്പം ഞങ്ങളും അവരുടെ കൂടെ പോയി. അപ്പോൾ നേരെ പോയത് ക്യൂവിലാട്ടോ, ഭക്ഷണത്തിനുള്ള ഉച്ചയ്ക്ക് 1 മണിക്കുള്ളത്. അങ്ങനെ ഞങ്ങൾ ക്യൂവിൽ നിന്നു. ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കേട്ടോ. ചോറും മോര് കറിയും പായസവും ഉപ്പേരി എല്ലതും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ മാതൃസമിതിയുടെ നേതൃത്വത്തിലാട്ടോ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. അപ്പോൾ അത് കാരണം തന്നെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പോന്നു. എല്ലാവരും ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം.